ഇവിടെ ഇല്ലായിരുന്നു അല്ലേ? ഒരു ചെറിയ ടൂറില്. നമ്മളിപ്പോ നിൽക്കുന്നത് ഹംത പാസിലാണ്. നമ്മള് നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞത് നമ്മൾ റൊട്ടാം പാസിലേക്ക് പോവാന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ഇപ്പോൾ ഹെവി സ്നോഫാൾ ആണ്. അതിന് പുറമെ ഓഫ് റോഡ് വെഹിക്കിളെല്ലാം ഇപ്പോൾ ഞങ്ങൾ വന്ന ജിപ്സി എല്ലാം അവിടെ എങ്ങാനും താഴ്ന്നെല്ലാം പോയി കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹംത പാസിൽ ഒരു മീഡിയം മഞ്ഞാണ്. എന്നാൽ നമുക്ക് നോക്കുമ്പോൾ നിങ്ങൾ കണ്ട പോലെ നമുക്ക് ഹെവി മഞ്ഞുണ്ട്, എവിടെ നോക്കിയാലും മഞ്ഞുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഹംത പാസിലേക്ക് പോകുന്നത്. ഇനി ഞാൻ ഹംത പാസിനെ കുറിച്ച് നിങ്ങളോട് പറയാം. ഹംത പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹിമാലയം വരുന്ന ആളുകൾ ട്രക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മെയിൻ സ്പോട്ടുകളിൽ ഒന്നാണ് ഹംത പാസ്. ഈ ഹംത പാസിന്റെ ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ അവിടെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 14,034 അടിയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് 9,000 അടി മുകളിലാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ടണലാണ്. ഇതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് പോകാൻ കഴിയും. ഞാനിപ്പോ ഒരു ടണല് കാണിച്ചു തന്നില്ലേ, ആ ടണലിലേക്കുള്ള എൻട്രൻസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിപ്പോ ലോക്കാണ്. നമുക്കിവിടെ ഒരു ബ്രിഡ്ജ് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോ കണ്ട ബ്രിഡ്ജില്ലേ, ആ ബ്രിഡ്ജിൽ നിന്ന് ഞാൻ താഴേക്കൊന്ന് നോക്കി, മഞ്ഞ് മൂടി കിടക്കണ കണ്ടിട്ട് അത്ഭുതം തോന്നാണ്. കാരണം 1 ഇഞ്ച് സ്ഥലം പോലും ഗ്യാപ്പില്ലാതെ ഫില്ല് ചെയ്ത് നമ്മൾ ഫ്രീസറിലെ വെള്ളം ഐസാക്കാൻ വെക്കില്ലേ, അതേപോലെ ആ ഭാഗങ്ങളില് ഓരോ മരത്തിന്റെ മുകളിൽ ഐസുകൾ ഇങ്ങനെ തുരുതുരാ വീണിട്ട് പച്ചപ്പും ഐസിന്റെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഇരിക്കുന്ന കൊണ്ടുള്ള ആ ഭംഗി. ഈ ബ്രിഡ്ജിന്റെ സൈഡിലൊക്കെ മഞ്ഞുകള് കയറി കിടക്കാം. ഹംത പാസിനെ കുറിച്ച് വീണ്ടും ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ലാഹോളിന്റെ ചന്ദ്ര താഴ്വരയ്ക്കും മണാലിയിലെ കുളു താഴ്വരയ്ക്കും ഇടയിലുള്ള ഒരു ഇടനാഴികയാണ് ഈ ഹംത പാസ്. ഇപ്പോൾ നാം നിൽക്കുന്ന ഈ ഹംത പാസിൽ നിന്ന് വഴി ഇനിയും മുന്നോട്ട് പോകുന്നുണ്ട്. ഈ വഴി ഇങ്ങനെ പോയി അങ്ങനെ ദൂരയിലേക്ക് പോകുന്നുണ്ട്. ഇത് എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആളുകൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ട്രക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ കണ്ട ബ്രിഡ്ജിന്റെ ഒരു വശമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. അതിന്റെ മറുവശം കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാം ഇപ്പോൾ നിൽക്കുന്നത് 9,000 അടി മുകളിലാണെന്നുള്ളത്. ഈ ഭാഗത്ത് നമ്മളുടെ വീട്ടിലെല്ലാം കിടന്നുറങ്ങുന്ന ബെഡ് പോലെയാണ് മഞ്ഞ് കിടക്കുന്നത്. നമ്മള് ഈ കാണുന്ന ജിപ്സി കൊണ്ട് ഈ കാണുന്ന മഞ്ഞിലൂടെ ഒന്ന് ഓടിക്കാൻ പോവാണ്.
എത്ര മനോഹരമായ സ്ഥലമാണെന്നറിയോ ഹംത പാസ്. ഞങ്ങൾ ശരിക്കും ഇവിടേക്ക് വരണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അമിത് ഭായിയുടെ നിർബന്ധത്താൽ നമ്മൾ വന്നതാണ്. സംഭവം ഒരു രക്ഷയില്ല. ക്രിസ്റ്റോ അവിടെ കിടന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ക്രിസ്റ്റോ ഐസിൽ കിടന്ന് ഉറങ്ങുവോ? സത്യം പറഞ്ഞോ ഇത്തിരി തണുപ്പില്ലേ? ഞാൻ ഫോട്ടോ എടുത്തരാം. ഇപ്പൊ എന്റെ കാല് കുഴിഞ്ഞു പോയിക്കണുണ്ടോ നിങ്ങള്? അപ്പൊ എന്തോരം അടിയിൽ മഞ്ഞിലാണ് ഞാൻ നിൽക്കണെന്ന് മനസ്സിലായോ? ഞങ്ങള് 3 പേരും ഒരേ ഫ്രെയിമിൽ വന്നിരിക്കുകയാണ്. കാരണം ഇതിനു മുമ്പത്തെ ഫ്രെയിമുകളിലൊന്നും ഞങ്ങൾ ഒരുമിച്ചില്ല, അടുപ്പിച്ച് ഒരു ഫ്രെയിമുകൾ പോലും ഇല്ല. അതിനൊരു കാരണമുണ്ട്. 9000 അടി മുകളിലാണ് ഞങ്ങളിപ്പോ നിൽക്കുന്നത്. ഞങ്ങക്ക് ചുറ്റുമാണെങ്കിൽ മഞ്ഞും. ആ മഞ്ഞ് ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഫ്രൂട്ടി ഒഴിച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കിയാലോ? എങ്ങനെയുണ്ടാവും? പൊളിയായിരിക്കില്ലേ? ഇപ്പൊ അപ്പു നല്ല ഫ്രഷ് ഐസ്, ഒരു പ്രശ്നമില്ലാത്ത ഐസ്, വണ്ടി കയറാത്ത ഐസ്, രാവിലെ വീണ് കിടക്കുന്ന ഐസ് എടുക്കാൻ പോവാണ്. എന്റെ മോനെ, നല്ല ഐസ് കിട്ടാണെങ്കിൽ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കിട്ടും. തുപ്പിനെ വലിയ അല്ലല്ല ഐസ് നിന്ന് ഇറക്കി നോക്കി. ചേട്ടാ പൊള്ളി സാധനം കുറച്ച് ഐസ് മെൽറ്റോണ്ട് വീട്ടിൽ പോയി. അപ്പൊ നമ്മള് പോവാണ്, തിരിച്ചു പോവാണ്. ഹംത പാസ് വീടാണ്. താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. താഴത്തെ എല്ലാ നഗരവും മുകളിലെ ഹിമാലയവും എല്ലാം നമുക്ക് ഒരുപോലെ കാണാൻ പറ്റുന്നു. അതിനിടയിൽ പച്ച നിറത്തിൽ നിൽക്കുന്ന കൂട്ടമായിട്ടുള്ള ആ വൃക്ഷങ്ങളും ഇതിന്റെ ഭംഗി ഏറെ കൂട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു കഴുത നിൽക്കുന്നുണ്ടോ? താഴെ മഞ്ഞ്, മുകളില് ഹിമാലയം. നമ്മളങ്ങനെ ഹംത പാസിൽ നിന്ന് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.